ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനു സ്റ്റേറ്റ്സിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ട് തയ്യാറാക്കുന്ന നല്ല ഒന്നാന്തരം രുചിയുള്ള വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി ആട്ടോ ഇത്. ഒട്ടും ഒലിച്ചൊന്നും പോകാത്ത നല്ല പെർഫെക്റ്റ് പാകത്തിലുള്ള പച്ചടി ആട്ടോ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പച്ചടിയേക്കാളും വളരെ ടേസ്റ്റിയാണ്. ഇതിനായിട്ട് 2 സാലഡ് വെള്ളരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇനി തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് നല്ല പിഞ്ച് വെള്ളരി ആയതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തത്. വെള്ളരിയുടെ അരി മൂത്തതാണെങ്കിൽ ഈ നടുവിലത്തെ ഭാഗം ഒന്ന് മാറ്റിയിട്ട് വേണം നിങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അരിഞ്ഞെടുത്തപ്പോൾ. ഇത് മെഷർ ചെയ്തപ്പോൾ ഒരു 2 കപ്പുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും ചേർത്ത് അധികം ബലം കൊടുക്കാതെ നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. ആ സമയം കൊണ്ട് ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1 ടീസ്പൂൺ നിറച്ച് ജീരകവും, ഞാനിവിടെ ഒരു 1/4 കപ്പ് നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ആ തേങ്ങ ഒന്ന് അരഞ്ഞു വരാൻ ആവശ്യമായിട്ടുള്ള അത്രയും തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. തൈരിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒരു അരിപ്പിൽ വെച്ചിട്ടൊന്ന് ഊറ്റിയെടുത്താൽ മതിയാകും. അതിനുശേഷം ബാക്കിയുള്ള തൈരും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന പാകത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ പൾസിലിട്ടിട്ട് 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. അഥവാ നിങ്ങളുടെ പച്ചമുളക് അരഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള ഒരു എരിവ് മാത്രമേ കാണുള്ളൂ. ഈ സമയം കൊണ്ട് വെള്ളരിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിൽ നമ്മൾ വെള്ളരിക്ക വേവിക്കാതെയാണ് പച്ചടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വെള്ളരിക്കയുടെ ചെറിയൊരു ക്രിസ്പിനെസ്സും ഒക്കെ നമുക്ക് കഴിക്കുന്ന സമയത്ത് കിട്ടും കേട്ടോ. വെള്ളരിക്ക എല്ലാം തന്നെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം തൈര് ചേർത്താലാണ് ആ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള പച്ചടി കിട്ടുന്നതെന്ന്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈരും കൂടെ മിക്സി ജാറിലേക്ക് ഇട്ട് അടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1/4 കപ്പ് തൈരാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ നാടൻ വെള്ളരിക്കയ്ക്ക് അത്യാവശ്യം വേവും ഉണ്ട്, ആ വെള്ളരിയിൽ തന്നെ ചെറിയൊരു പുളിരസവും ഉണ്ട്. അതുകൊണ്ട് ആ വെള്ളരിയിൽ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത്ര നന്നാവില്ല. ഇതിലേക്ക് താളിക്കാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകിട്ട് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വെള്ളരിക്ക പച്ചടി റെഡിയായി കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.